സ്വന്തം ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു നീക്കം നടത്തി. ഇതാണെന്ന് ചോദിച്ചു. ഇതിൽ കണ്ണികളായതാരൊക്കെയാണ്? അല്ല, അത് മാത്രമല്ല, ഈ ഒരു ഒറ്റ കാരണം അങ്ങനെ നമുക്ക് ആ ഒരു കാരണത്തെ ചുരുക്കാം. ഒരാൾക്ക് അങ്ങനെ മോഹം വന്നു, അയാൾ ഭാര്യമാവണമെന്ന്. ഇതല്ല, പാർട്ടിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രവണത എന്താ? ഒന്ന് അഴിമതിയെ മൂടി വെക്കുക, അഴിമതി നടത്തിയ ആളെ സംരക്ഷിക്കുകയും അഴിമതി ചോദ്യം ചെയ്ത ആളുകളെ ക്രൂശിക്കുകയും ചെയ്യുക. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അത് അഴിമതിയെ സംരക്ഷിക്കലാണ്. മറ്റൊന്ന് സ്വജനപക്ഷപാതം, കുടുംബാധിപത്യം, സ്വജനപക്ഷപാതം ഇത് കൊണ്ടുവരിക. അതും എന്തിനാ? അതിൻ്റെ പിന്നിലും അഴിമതിയാണ്. ഉറപ്പിച്ചോർ ഞാൻ അങ്ങനെ പറയുന്നതന്നെ വെച്ചോ, അതിൻ്റെ പിന്നിലും അഴിമതിയാണ്. അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. എൻ്റെ കുടുംബത്തിനെ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നത് അത് കേവലം ഈ രാജ്യത്തെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടല്ല. നമുക്കറിയാലോ, ഇവിടെ എനിക്ക് ജനാധിപത്യ വിപ്ലവത്തിന് എൻ്റെ ഭാര്യ MLA ആയാൽ സാധിക്കുമെന്നൊന്നും പറയാൻ കഴിയില്ലല്ലോ. അതിനേക്കാൾ യോഗ്യരായിട്ടുള്ള എത്രയോ ആളുകളുണ്ടല്ലോ. ഇല്ലല്ല, പാർട്ടി സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. അയാൾ അതെല്ലാം കേട്ടു. അങ്ങനെ അതായത് അവിടെ അഭിപ്രായങ്ങൾ വരുമ്പോൾ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട്, എന്താണ് എൻ്റെ അയോഗ്യത, എൻ്റെ അയോഗ്യത എന്താ? ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ല. ഈ പേരിലും ചർച്ച ചെയ്യുമ്പോൾ അങ്ങനെയും ചർച്ച ചെയ്യാലോ. ഞാൻ ആവാനേ പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു അത് സ്ത്രീ ആക്കിക്കണം. എന്നാൽ പിന്നെ എന്തുകൊണ്ട് സുകന്യ ആയിക്കൂടാ? ഇനി അങ്ങനെ വേണമെങ്കിൽ ശൈല ടീച്ചർ മട്ടൻ്റെ മത്സരിക്കുന്നില്ല, എന്നാൽ ശൈല ടീച്ചർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൂടെ? എന്തിനാ ശൈല ടീച്ചർ ആ പേരവരെ കൊണ്ടുപോയി? അതിന് ഉത്തരം പറയേണ്ടവർ ഒതുക്കനോ ഇനി ശരിപ്പെടുത്തലോ ഒന്നും ഞാൻ പറയുന്നില്ല. എന്തിനു കൊണ്ടുപോയി? ശൈലജ ടീച്ചർ 2, 3, 4, 5 തവണ മത്സരിച്ച ആളാണ്. അങ്ങനെ മത്സരിച്ച ടീച്ചർ വീണ്ടും മത്സരിക്കുന്നു. എന്തിനാ മത്സരിക്കുന്നത്? അങ്ങനെ മത്സരിക്കുന്ന മട്ടത്തിൽ തന്നെ മത്സരിച്ചാൽ പോരെ? പിന്നെ ഇതിൻ്റെ പേര് അവർ പിടിച്ചെടുക്കാനാണ്. പിടിച്ചെടുക്കൽ എങ്ങനെയാ? ഈ 75 വയസ്സായ പിന്നെ ശൈല ടീച്ചർ കൊണ്ടുപോയിട്ട് ഇത് പിടിച്ചെടുക്കുക. എനിക്കും ടീച്ചർക്ക് 72 വയസ്സായിട്ടുണ്ടാവും. ഞങ്ങളുടെ ഒരു ജില്ലാ കമ്മിറ്റിയിൽ KSYP ഉണ്ടായിരുന്നവരാണ് ഭാസ്കർ മാഷ് ഞാൻ. അപ്പോൾ അല്ല, എന്തിന് ശൈല ടീച്ചറെ പേര് അവരെ കൊണ്ടുപോയി? അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം. എന്താ കാരണം അറിയാം? ടീച്ചറൊക്കെ അങ്ങനെ ടീച്ചർ ഈ ഗവൺമെൻറ്റിൽ വേണം, അല്ലെങ്കിൽ ഈ ടീച്ചർ MLA നിയമസഭയിൽ വേണം എന്ന അഭിപ്രായം ഉണ്ടെങ്കിൽ ടീച്ചറെ മട്ടത്തിൽ തന്നെ നിലനിർത്താം. ഇനി അതല്ല, തളിപ്പിൽ വേണമെങ്കിൽ വിജിൻ യൂത്തിൻ്റെ ഒക്കെ എന്താ നമ്മളെ യൂത്തിൻ്റെ നേതാവാണ്, അവനെ വേണമെങ്കിൽ തളിപ്പിൽ കൊണ്ടു നിർത്താം. ഇതൊക്കെ ചെയ്യാമല്ലോ. പക്ഷേ ടീച്ചർ അവിടെ നാട് കടത്തുകയും എൻ്റെ ഭാര്യ എന്നെ ഇവിടെ നിൽക്കണമെന്ന് പറയുകയും ചെയ്യുന്ന നീതി എന്താണെന്ന് എൻ്റെ ചോദ്യം. അതിനാണ് ഉത്തരം കണ്ടുപിടിക്കേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.